ഹായ് മക്കളെ, ബഹാവുദ്ദീൻ സാറാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ വായിച്ചേ. എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. അവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:1 ആണ്. സീനെ അഡ്മിറ്റ് ചെയ്തു. സിക്ക് കൊടുക്കുന്ന പ്രോഫിറ്റ് 3/7 ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന റിമൈനിങ് ഷെയർ ആണ്. ഓക്കെ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റിമൈനിങ് ഷെയർ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കണ്ടുപിടിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ 3/7 ആണ് സിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ബാലൻസ് എത്ര ഉണ്ടാവും? 4/7. സിമ്പിൾ അല്ലേ? ഇനി എങ്ങനെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാം? എളുപ്പമാണ്. അതായത് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഓൾഡ് റേഷ്യോ ഇൻറ്റു റിമൈനിങ് ഷെയർ ആണ്. എങ്ങനെ? ഓൾഡ് റേഷ്യോ ഇൻറ്റു റിമൈനിങ് ഷെയർ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ ഒരു കേസിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ന്യൂ റേഷ്യോ ഓഫ് എ ഈക്വൽ ടു എൻ്റെ ഓൾഡ് റേഷ്യോ എത്ര? 3:1 അല്ലേ? അതായത് 3/4 ഇൻറ്റു റിമൈനിങ് ഷെയർ എത്ര? 4/7. സോ ദാറ്റ് ഈക്വൽ ടു 3 × 4 12/28. സെറ്റ്. അതേപോലെ തന്നെ ന്യൂ റേഷ്യോ ഓഫ് ബി ഈക്വൽ ടു ബിൻ്റെ ഓൾഡ് റേഷ്യോ എത്ര? 1/4 ഇൻറ്റു 4/7 ആ റിമൈനിങ് ഷെയർ അല്ലേ? സോ ദാറ്റ് ഈക്വൽ ടു 4/28. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മുടെ പുതിയ പാർട്ട്ണർ സി ഇല്ലേ? സിന്റെ ഷെയർ എത്ര? 3/7 ആണ് സിന്റെ ഷെയർ പറഞ്ഞത്. ഒന്ന് നോക്കിയേ, ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ എന്റെ ഷെയറും ബിന്റെ ഷെയറും 28ലാണ്. എന്നാൽ സിന്റെ ഷെയർ മാത്രം 7. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 7നെ 28ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. സോ ദ ആൻസർ വിൽ ബി 12/28. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ന്യൂ റേഷ്യോ? സോ ഹിയർ ദ ന്യൂ റേഷ്യോ വിൽ ബി 12:4:12 ആണ്. സോ നമുക്ക് ഇതിനെ ഷോർട്ട് ആക്കുകയാണെങ്കിൽ ചെറുതാക്കാൻ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുന്ന പറയാം മക്കളെ? അതായത് 1:3:3 3:1:1 ആയിരിക്കും എന്ത് വരാം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരാം. സെറ്റ് അല്ലേ?